നിർഭാഗ്യവശാൽ അവിടെ ഈ നിയോഗിക്കപ്പെട്ട സന്യാസിമാർ ഗുരു പറഞ്ഞതനുസരിച്ചാണോ ഇപ്പൊ ജീവിക്കുന്നത്? ഗുരു ഏറ്റവും ലളിതമായി ജീവിച്ചു. ഗുരുവിന്റെ ആഹാരം പോലും എങ്ങനെയാണ് എന്നുള്ളത് ഗുരുവിന്റെ കൂടെ നിന്നവർക്കറിയാം. എന്തെല്ലാം ഈ സമൃദ്ധമായ ആഹാരമാണ് കഴിച്ചത്. അതേപോലെ ഇന്നത്തെ ഇപ്പൊ സന്യാസിമാര് കാണിക്കുന്ന പോലെ ആഹാരത്തോട് അത്യാർത്തിയും അവിഹിതമായ ആഹാരങ്ങളൊക്കെ കഴിച്ചിട്ട് രോഗദുരിതങ്ങൾ അവർ സ്വയം ഭരിച്ചെടുക്കുന്നു. ഒരു കാലത്ത് പല രോഗ കഷ്ടപ്പാടുകളായിട്ട് വന്ന ഗ്രസ്താശ്രമങ്ങളെയും ഒക്കെ ഗുരു പല രീതിയിൽ രക്ഷപ്പെടുത്തിയെടുത്തപ്പോൾ ഇന്ന് അവിടുത്തെ സന്യാസിമാർ പോലും മാറാ രോഗങ്ങൾക്ക് അടിമയാകുന്നുണ്ട്. സദ്വേശരണം നമ്മുടെ എക്കാലത്തെയും ആത്മീയ ഗുരുവായ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ യഥാർത്ഥ ഭക്തനും ശിഷ്യനുമായ ഒരു ആത്മബന്ധുവിൻ്റെ വാക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. ഗുരു എന്തിനാണ് ഈ പ്രസ്ഥാനവും ഈ ആശയവും ലോകത്ത് പകർന്നു തന്നത്? ഗുരു എന്തിനു വേണ്ടി വന്നു? എന്താണ് ഗുരുവിൻ്റെ ഉദ്ദേശ ലക്ഷ്യം? ഗുരു എന്ത് ആശയമാണ് ഈ പരമ്പരയ്ക്ക് നൽകിക്കൊണ്ട് ലോകത്തിന് പ്രദാനം ചെയ്യാൻ പറഞ്ഞത്? അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളെക്കുറിച്ച് ഗുരുവിൽ നിന്ന് അറിഞ്ഞ യഥാർത്ഥ ഒരു ഭക്തൻ്റെ, ശിഷ്യൻ്റെ ആ വാക്കുകളാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അല്ലാതെ ഇന്നത്തെ കപട ഗുരുവിന് വേണ്ടി വാദിക്കുന്ന ശ്രീകുട്ടി, ശ്രീമതി ആൻറ്റി എന്നിവരെ പോലെയുള്ള ആർക്കും മനസ്സിലാകാത്ത ആത്മീയതയുടെ ചതികളെക്കുറിച്ചുള്ള ആത്മീയ ചതിയെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഗുരു സംസാരിച്ചത്. ആത്മീയത പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്ന യാതൊരു രീതിയും നമ്മുടെ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിന് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ഗുരുവിൽ നിന്ന് അറിഞ്ഞ, മനസ്സിലാക്കിയ, ജീവിതത്തിൽ പകർത്തിയ വാക്കുകൾ എല്ലാവരും കേട്ടിരിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ആ വാക്കുകൾ കേൾക്കുന്നതിനായിട്ട് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സദ്ഗുരുശരണം. നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഒരുപാട് ആശ്രമങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ, വലിയ മഹാക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവിടുന്ന് വ്യത്യസ്തമായിട്ട് യഥാർത്ഥമായൊരു നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു അറിവ് കിട്ടുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് നമ്മളെ ഗുരുവിൻ്റെ ആശ്രമം മാത്രമാണ്. അപ്പോൾ അവിടെ ഗുരു ശരീരത്തിലുള്ള ആ സമയത്തൊക്കെ ആശ്രമത്തിൽ പോകുമ്പോൾ നമ്മൾ സ്വന്തം വീട്ടിൽ എത്തുന്നതിനേക്കാൾ ഒരു സുരക്ഷിതത്വം തോന്നുക. കാരണം സ്വന്തം അച്ഛനേക്കാളും ഒരു എന്താ പറയുക, ഒരു കരുതലും സ്നേഹവും. അച്ഛൻ ചിലപ്പം നമ്മളോട് ഒരു കാര്യം പറയുന്നുണ്ടാവും, പക്ഷേ ഗുരു ഒരു കാര്യം പറയാതെ പോലും നമ്മൾ ഗുരുവിനെ അനുസരിക്കുന്ന രീതിയിലേക്കാണ് ആ ഗുരുവിൻ്റെ ഒരു പെരുമാറ്റവും സംസാരമൊക്കെ വരുന്നത്. എൻ്റെ അടുത്ത് അച്ഛൻ, ഞാൻ പ്രീ ഡിഗ്രി സമയത്ത് പഠിക്കുന്ന കാലത്തൊക്കെ ആണ് ഒരു വാക്ക് പറഞ്ഞു, നീ ആളുകൾ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടോ ഒന്നും. അപ്പം ഞാൻ ചോദിച്ചു, എന്താ കാരണം എന്നല്ല. അല്ല, ഒന്നുമില്ല, പറഞ്ഞുള്ളൂ. അപ്പോൾ ആ ഒരു വാക്ക് അങ്ങനെയൊക്കെ അല്ലാതെ എൻ്റെ അടുത്ത് അച്ഛനും അങ്ങനെയൊന്നും പറയാറില്ല. പക്ഷെ അത്ര പോലും ഗുരു ഒന്നും പറഞ്ഞിട്ടില്ല. ഗുരു പക്ഷേ നമ്മൾ ഓരോരുത്തരെയും വിളിച്ചൊരു പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഗുരു സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള സംശയങ്ങൾ, ഏത് സംശയമായിട്ടോ നമുക്ക് ആശ്രമത്തിൽ പോകുന്നത്, ആ സംശയം അവിടെ വെച്ച് തീരുന്നൊരു അനുഭവം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ജീവിതത്തെക്കുറിച്ചോ എന്തുകൊണ്ട് ഇപ്പം നമ്മൾ സാധാരണ ചിന്തിക്കുന്ന എല്ലാം ദൈവസൃഷ്ടിയാണ്, എന്തുകൊണ്ട് ഈ ദുഃഖം, ദുരിതം, കഷ്ടപ്പാട്, രോഗങ്ങൾ, പീഡകൾ, ചില ആളുകൾ സൂക്ഷിച്ച് ജീവിക്കും, ചില ആളുകൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു, എന്തുകൊണ്ടായിരിക്കും ഗുരു അല്ലെങ്കിൽ ദൈവം ഇങ്ങനെ ഒരു വിവേചനം കാണിച്ചതെന്ന് ഒക്കെ ചിന്തിക്കും സാധാരണഗതിയിൽ. പക്ഷെ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ യഥാർത്ഥമായ ജീവിതത്തെക്കുറിച്ച് ഉള്ള അറിവ് കിട്ടുമ്പോഴാണ്. അപ്പോൾ ഇതെന്തുകൊണ്ട് എന്ന് പറയുന്നത്, ഈ മനുഷ്യ ജന്മം എന്ന് പറയുന്നത് ആദ്യത്തേതല്ല എന്നുള്ളത് ആണ് ഗുരുവിൽ കൂടി കിട്ടുന്നൊരു അറിവ്. അപ്പോൾ അനേക ജന്മങ്ങൾ ആയി, അതായത് 84 ലക്ഷത്തോളം ജന്മങ്ങൾ എടുത്തിട്ടാണ് അത്രേ ഒരു മനുഷ്യൻ്റെ ജന്മം കിട്ടുക. അങ്ങനെ അനേക മനുഷ്യജന്മം കിട്ടുകയും മനുഷ്യജന്മത്തിന് മുമ്പുള്ള ജീവിതത്തിൽ വന്നുപോയ കർമ്മത്തിൻ്റെ ക്ലേശങ്ങൾ, അതും നമ്മുടെ ജീവനെ ബാധിക്കുന്നതാണ്. കർമ്മത്തിലെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവുമല്ലോ. പുണ്യകർമ്മവും ഭാവകർമ്മവും ഒക്കെ. ഭാവമില്ലാത്ത കർമ്മം ഇല്ലെങ്കിൽ പോലും. അപ്പോൾ ഇതിൽ ഗുരുവാണി കൂടി മനസ്സിലായ ജീവനിലുള്ള പുണ്യക്കുറവ് ശരീരമെന്ന കർമ്മത്തിൽ പല വ്യാധികളായിട്ടാണ് നിലനിൽക്കുന്നതെന്ന്. ഈ കർമ്മവ്യാധികൾ നിവാരണം ചെയ്യുന്നത് കർമ്മത്തിലൂടെ, പുണ്യം തേടിക്കുന്നത് ധർമ്മഗതിയിലൂടെയാണ്.
ഇത് പറയുമ്പോൾ അത് വളരെ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ കർമ്മബന്ധങ്ങൾ വന്നു എന്നുള്ളത്. അപ്പോൾ ഒരു മനുഷ്യ ജന്മം കിട്ടുന്നതിന് മുമ്പ് എന്തൊക്കെയോ ജീവികളായിട്ട് വന്നിട്ടുണ്ടാകും. ആ ഒരു ജീവിതകാലത്തുള്ള കർമ്മം പോലും ഈ ആർജിതമായും സഞ്ചിതമായും ഈ കർമ്മങ്ങൾ ഉണ്ടെന്നാണല്ലോ. അപ്പോൾ ഈ ആർജിതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ട പ്രദമായ കർമ്മങ്ങൾ. സഞ്ചിതം എന്ന് പറയുമ്പോൾ പൂർവ്വജന്മത്തിൽ വന്നുപോയ നന്മകൾ ഇതെല്ലാം നമ്മൾ സമർപ്പിക്കുകയാണ് ഗുരുവിൽ. അപ്പം ആ പൂർവ്വജന്മത്തിൽ വന്നുപോയ തെറ്റുകളെ തിരുത്തിയെടുക്കാൻ എന്താണ് ഗുരു പറയുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അകമഴിഞ്ഞ് അറിയാതെ വന്നുപോയ തെറ്റുകളൊക്കെ പ്രാർത്ഥനകളിലൂടെ നിവാരണം ചെയ്യുക എന്നുള്ളതാണ്. ദൈവമേ എന്നുള്ള അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ പൊറുക്കണേയുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു ജന്മത്തിൽ പിന്നെ ആ ധർമാനുസൃതമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ് പരിഹാരമായിട്ട് ഗുരു പറയുന്നത്. അപ്പം ആ തരത്തിൽ ഈ ഒരു ജന്മത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മുമ്പൊരു ജന്മത്തിൽ ചെയ്ത കർമ്മഫലമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ സുഖവും ദുഃഖവും എന്തൊക്കെയാണോ ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം ഈ ജന്മത്തിലോ ഇനിയോ ജന്മത്തിലോ അനുഭവിക്കാതെ പോകാൻ കഴിയില്ല. അപ്പോൾ സുഖത്തിന് കാരണമാകുന്ന കർമ്മത്തെ പുണ്യമെന്നും ദുഃഖത്തിന് കാരണമാകുന്ന കർമ്മത്തെ പാപമെന്നും പറയാം. അപ്പം ഈ രോഗദുരിതം എന്ന് പറയുന്നത് ദുഃഖത്തിൻ്റെ അനുഭവമായതുകൊണ്ട് അത് പാപത്തിൻ്റെ ഫലമായിട്ടാണ് പറയുന്നത്. വാസനമായി രോഗകാരണമായിട്ട് കർമ്മങ്ങൾ തുടരെ ശീലിച്ച് അവയായിട്ട് ഒരു സംഭവിക്കുന്നു. അപ്പം ഇതേ വാസനയോടുകൂടി ഈ ശരീരം വിടുന്നയാളിന് ഈ വാസനയ്ക്ക് അനുസരിച്ചുള്ള അടുത്ത ജന്മം ഉണ്ടാകുമ്പോൾ അത് പ്രത്യേക രോഗങ്ങൾ ഉണ്ടാകുന്നതാണ്. ഈ രോഗകാരണമായ കർമ്മങ്ങൾ വാസനയ്ക്ക് അനുസരിച്ച് അനുഷ്ഠിക്കുന്നത് രോഗ കാരണമാകും. ഇങ്ങനെ ഉണ്ടാകുന്ന കർമ്മവ്യാധികൾ ചികിത്സിക്കുമ്പോൾ ആ രോഗത്തിന് കാരണമായ വാസനയെ കൂടി നശിപ്പിക്കുക എന്ന് പറയുന്നത്. അതിനായിട്ട് ഈ ഔഷധത്തോടൊപ്പം ഗുരു ഉപദേശപ്രകാരം വ്രതങ്ങളും അല്ലെങ്കിൽ ഇന്ദ്രിയ നിഗ്രഹം, യമം, പ്രാർത്ഥന തുടങ്ങിയ അത്യാവശ്യമാണ്. അപ്പം അതെന്തുകൊണ്ട് വെച്ചാൽ അടുത്ത ജന്മത്തിലേക്ക് ഈ രോഗദുരിതങ്ങൾ വരാതിരിക്കാൻ വേണ്ടി കൂടിയാണ്. അപ്പം ഈ തരത്തിലുള്ള യഥാർത്ഥമായ ആത്മജ്ഞാനം കൊടുത്തിട്ട് ഈ യുഗത്തിലെ എങ്ങനെ ധർമ്മം, ഈ കലിയുടെ ധർമ്മം എങ്ങനെയെന്ന് പ്രവർത്തിച്ചെടുക്കാനുള്ള മാർഗത്തിലേക്കാണ് ഗുരു കൊണ്ടുപോകുന്നത്. അപ്പം അതിനുവേണ്ടി ഈ ഗുരു കണ്ടുപിടിക്കുന്നത് ഈ സാധാരണ ആശ്രമങ്ങളൊക്കെ ഈ പ്രായം ആയ ആളുകളാണെങ്കിൽ ശാന്തിഗിരി ആശ്രമത്തെ സംബന്ധിച്ച് ഗുരു ആഗ്രഹിക്കുന്നത് ചെറുപ്പക്കാരെ കുട്ടികളെയാണ്. അപ്പോൾ അവരിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾ കൂടി വേണം ഈ ലോകത്തിന് സംഭവിച്ചു പോയി കെടുതികൾ മാറ്റിയെടുക്കാനെന്നാണ്. അപ്പം ഈ തരത്തിൽ എന്തുകൊണ്ട് ഈ മനുഷ്യന് ഈ അറിവ് നഷ്ടപ്പെട്ടു എന്ന് പോയത് 100 യുഗങ്ങൾക്ക് മുമ്പ് വന്നുപോയ ഒരു തെറ്റ്, ഒരു യുഗപുരുഷൻ അല്ലെങ്കിൽ മനുവിന് വന്നുപോയ തെറ്റ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ ആ തെറ്റ് നിവർത്തിച്ചെടുക്കാൻ അനേക കാലങ്ങളായി ഈ ബ്രഹ്മത്തിൽ നിന്നും ഗുരുക്കന്മാരെ അയച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഗുരു പറയുന്നു ഈ കലിയുഗത്തിൽ തന്നെ യുഗധർമ്മം സ്ഥാപിക്കാൻ 2444 ആചാര്യങ്ങൾ വന്നു എന്നാണ്. പക്ഷെ ഇവർ ആർക്കും ഇത് പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ഒരു കർമ്മം ഇവിടെ നിലനിൽക്കുന്നു. അതുകൊണ്ട് മറ്റാചാര്യന്മാരെല്ലാവരും ചേർന്ന് അനുഭവിച്ച ദുഃഖവും വേദനയും പ്രയാസവും ഗുരു ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വന്നു. യേശു ഒരിക്കൽ കുരിശിലേറ്റപ്പെട്ടതെങ്കിൽ ഗുരു അനേക പ്രാവശ്യം കുരിശിലേറ്റപ്പെട്ടു എന്നാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിച്ച് ഒരിക്കൽ മാത്രം അമ്പേറ്റാണ് ദേഹം വിയോഗം സംഭവിച്ചത്. ഗുരു സദാ അമ്പിൻ്റെ മുനയിൽ കൂരമ്പുകളാണ് ഏൽക്കേണ്ടി വന്നത്. ഗുരുവിൻ്റെ കുട്ടിക്കാലം മുതൽക്കുള്ള ജീവിതം പരിശോധിച്ചാൽ അത് മനസ്സിലാകുന്നതാണ്. ഏതു വേദനയും പ്രയാസവും സഹിച്ചാണെങ്കിലും തന്നെ ആ നിയോഗിച്ച ബ്രഹ്മനിശ്ചയത്തിൻ്റെ കർമ്മം ചെയ്ത് ഒതുക്കണമെന്ന ഗുരുവിൻ്റെ ആ നിശ്ചയദാർഢ്യം, അതാണ് അതിനു മുമ്പിൽ ബ്രഹ്മത്തിൽ നിന്ന് സംപ്രീതമായി അറിയിപ്പുണ്ടായതാണ്. യുഗാന്തരങ്ങളായി ഞാൻ ആഗ്രഹിച്ച കാര്യം പൂർത്തിയായി എന്ന് 1973 സംഭവിച്ചത്. അപ്പോൾ ആ ബ്രഹ്മത്തിന് സന്തോഷമാവുകയും ഗുരുവിന് പിതൃശുദ്ധി ചെയ്യാമെന്ന അനുവാദം കിട്ടുകയും ചെയ്തു. അപ്പോൾ എന്താണ് പിതൃശുദ്ധി എന്നാൽ ഈ ഭൂമുഖത്ത് ഇന്നോളം വന്ന് പ്രവർത്തിച്ച എല്ലാ ആത്മാക്കൾക്കും ദൈവ അനുസരണം എന്താണോ ലഭ്യമാകേണ്ടത് അത് ലഭ്യമാക്കുക. സർവമാന പിതൃക്കളെയും ശുദ്ധി ചെയ്ത് നന്മപ്പെടുത്തുക. അതിൽ ജനിപ്പിക്കുക, മുക്തിക്കർഹതമായി നൽകുക, നശിപ്പിക്കുക. ഈ ഒരു പിതൃശുദ്ധി എന്ന കർമ്മം ശുദ്ധിപ്പെടുത്തിയ മഹിമപ്പെടുത്തിയ ആത്മാക്കൾ സന്താനമായി ജനിക്കാനുള്ള യോഗ്യത സമ്പാദിച്ചെടുക്കാനുള്ള ധർമ്മബോധത്തിൽപ്പെട്ട ജീവിതവും കർമ്മവും ചിട്ടപ്പെടുത്തിയെടുക്കാൻ വേണ്ട അറിവും പരിചയവുമുള്ള നല്ല ഗൃഹസ്ഥാശ്രമെ പാകപ്പെടുത്തിയെടുത്ത് അവർക്ക് ജനിക്കുന്ന സന്താനങ്ങളിലൂടെ ലോകത്ത് ഒരു നവോത്ഥാന പ്രക്രിയയ്ക്ക് നിദാനമാവുക. അങ്ങനെ യുഗധർമ്മം പാലിപ്പിച്ചും ബ്രഹ്മനിശ്ചയം നടപ്പാക്കുക. ഇതാണ് ഗുരുധർമ്മം. അല്ലെങ്കിൽ
ഗുരുമാർഗം. ഗുരുമാർഗമാണ് ഈ കലിയുഗത്തിന് ധർമ്മം. അപ്പോൾ ഇവിടെ ഗുരു ഗുരു യുഗധർമ്മം നടപ്പാക്കാൻ ഇത്രയും കാലം ഒരുപാട് തടസ്സങ്ങൾ വന്ന് ഈ ഒരു യുഗത്തിലും തടസ്സങ്ങളാണ് കാണുന്നത്. പക്ഷേ എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായാലും അത് പൈശാചിക പ്രവർത്തനങ്ങൾ കൊണ്ട് തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇവിടെ യുഗധർമ്മം നടപ്പാകാൻ നിവൃത്തിയില്ല. കാരണം അത് ബ്രഹ്മനിശ്ചയമാണ്. അപ്പം അതിൽ ആരെല്ലാം എന്തെല്ലാം തടസ്സങ്ങൾ നടത്തിയാലും നടത്തിക്കൊണ്ടിരുന്നാലും അത് നടപ്പിലാകാതെ പോവില്ല. ഇവിടെ ആ ബ്രഹ്മനിശ്ചയം നടപ്പാക്കാനുള്ള ജീവിത രീതിയാണ് ഗുരു ആശ്രമത്തിൽ കൂടി നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി എങ്ങനെ സൽസന്താനങ്ങൾ വന്ന് ജനിക്കാൻ നമ്മൾ എങ്ങനെ സൂക്ഷിക്കണം, ജീവിതം കൊണ്ട് സൂക്ഷിക്കുന്നതിനെ കുറിച്ചാണ് ഗുരു പരമ്പരയെ ബോധിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ജീവിതം കൊണ്ടുപോകണം, വളരെ ലളിതമായി ഗുരു മനുഷ്യരോട് പറഞ്ഞിരിക്കുന്നു. അതനുസരിക്കുക മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്കറിയാം, ഗുരു ശരീരത്തിലുള്ള സമയത്തൊക്കെ ആശ്രമത്തിലെത്തുന്ന ഗൃഹസ്ഥാശ്രമികൾ അവിടെ കൂടെ കുട്ടികളെയൊക്കെ എങ്ങനെ വളർത്തിയെടുക്കണം കൃത്യമായ ബോധം ഗുരു നൽകിയിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് അവരെ മക്കളെ വളർത്തിയിട്ടുണ്ടായിരുന്നു. ആ മക്കളിൽ ആ ഒരു പെരുമാറ്റവും സ്വഭാവവും ആ സ്വഭാവ ഗുണവും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ശുദ്ധി മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം കൊണ്ടും ശുദ്ധമായ ജീവിതം നയിക്കുക, അങ്ങനെയുള്ള സൽസന്താനങ്ങൾ, അതായത് അച്ഛനെയും അമ്മയൊക്കെ അനുസരിച്ച് പോകുന്ന സന്താനങ്ങളെ ആണ്. ഇപ്പം നോക്കുക, നമുക്കറിയാം ഒരു കുട്ടി എന്താണ് ആ രീതിയിലാണോ ഇപ്പോൾ കേരളത്തിലൊക്കെ അല്ലെങ്കിൽ ആശ്രമത്തിലെ വിശ്വാസികളുടെ മക്കൾ പോലും ഇപ്പം തലതിരിഞ്ഞ രീതിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരാണ് ഗുരുവിൻ്റെ മാർഗം തെറ്റിച്ച രീതിയിലേക്ക് അവിടെ ആ ഉത്ഭവ സ്ഥാനത്ത് പലരും പ്രവർത്തിക്കുന്നു. ശരിയായ അല്പജ്ഞാനം നൽകുന്നതിന് പകരം ഗുരു പറഞ്ഞിരിക്കുന്ന കർമ്മത്തിന് വിപരീതമായ ഫലം അവിടെ ഇപ്പോഴത്തെ അധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് മാറ്റം വരാതെ ഗുരു ആഗ്രഹിച്ച കാര്യം നടപ്പാകില്ല. പക്ഷെ അതിന് തടസ്സം എന്നാൽ ഗുരു എത്രയും കാലം ക്ഷമിക്കുമെന്ന് കരുതാൻ വയ്യ. കാരണം ബ്രഹ്മനിശ്ചയം നടപ്പാകിയേ പറ്റുള്ളൂ. അതിന് ശേഷിത്വമുള്ള ആത്മാക്കൾ ഗുരു പല ഭാഗത്തും ജനിപ്പിച്ചിട്ടുണ്ട്. അവർ വന്ന് അത് നിവർത്തിച്ചെടുക്കും. അപ്പോൾ ഇവിടെ ജീവിതത്തിൽ എന്തെല്ലാം എങ്ങനെയെല്ലാം സൂക്ഷിച്ച് പോകണം എന്നുള്ള കാര്യങ്ങൾ ഗുരു ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല, ഈ കാര്യങ്ങൾ ഗൃഹസ്ഥാശ്രമികളെ ബോധ്യപ്പെടുത്താൻ, അറിവ് നൽകാനാണ് സന്യാസ സംഘത്തെ ഗുരു അവിടെ നിയോഗിച്ചിട്ടുള്ളത്. നിർഭാഗ്യവശാൽ അവിടെ ഈ നിയോഗിക്കപ്പെട്ട സന്യാസിമാർ ഗുരു പറഞ്ഞതനുസരിച്ചാണോ ഇപ്പോൾ ജീവിക്കുന്നത്? ഗുരു ഏറ്റവും ലളിതമായി ജീവിച്ചു. ഗുരുവിൻ്റെ ആഹാരം പോലും എങ്ങനെയാണ് എന്നുള്ളത് ഗുരുവിൻ്റെ കൂടെ നിന്നവർക്കറിയാം. എന്തെല്ലാം ഈ സമൃദ്ധമായ ആഹാരമാണ് കഴിച്ചത്. അതേപോലെ ഇന്നത്തെ ഇപ്പോൾ സന്യാസിമാർ കാണിക്കുന്ന പോലെ ആഹാരത്തോട് അത്യാർത്തിയും അവിഹിതമായ ആഹാരങ്ങളൊക്കെ കഴിച്ചിട്ട് രോഗദുരിതങ്ങൾ അവർ സ്വയം വലിച്ചെടുക്കുന്നു. ഒരു കാലത്ത് പല രോഗ കഷ്ടപ്പാടുകളായിട്ട് വന്ന ഗൃഹസ്ഥാശ്രമങ്ങളെയും ഒക്കെ ഗുരു പല രീതിയിൽ രക്ഷപ്പെടുത്തിയെടുത്തപ്പോൾ ഇന്നവിടുത്തെ സന്യാസിമാർ പോലും മാറാ രോഗങ്ങൾക്ക് അടിമയാകുന്നുണ്ട്. അതിനെ എന്താണ് നമുക്ക് പറയാൻ കഴിയുക? അപ്പോൾ ഇത് ശുദ്ധീകരണ പ്രക്രിയ എന്ന് പറയുന്നത് ആഹാരശുദ്ധി, വസ്ത്രശുദ്ധി, സ്വഭാവശുദ്ധി, കർമ്മശുദ്ധി, പലവിധ ശുദ്ധികളെ കുറിച്ച് ഗുരു ഈ നിയോഗിക്കപ്പെട്ട ആളുകളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അവരിത് തെറ്റിക്കുന്നു. പിന്നെ എന്താണ് നമുക്ക് മാർഗം? മാത്രമല്ല, അവർ ഈ പറയുന്നത് തെറ്റിനെ കുറ്റങ്ങളെയൊക്കെ ന്യായീകരിച്ച് വെളുപ്പിക്കാൻ വേണ്ടി രണ്ടുപേര് അവര് വക്താക്കളാക്കി മാറ്റിയിട്ടുണ്ട്. എന്താ ശ്രീജിത്തും ആശാത്തരും ബസും. അവർക്ക് എന്താണ് ഈ മന്ദബുദ്ധികൾ എന്ന് പറയുന്നത് മനസ്സിലാകുന്നില്ല. ഇവിടെ ഈ ലോകശാന്തിക്കും വേണ്ടി ഏറ്റവും ഉയർന്ന ജീവശേഷിയുള്ള ആത്മാക്കൾ കാത്തിരിക്കുന്നു ജനിക്കാൻ വേണ്ടി. ആ ആത്മാക്കൾ ജനിക്കണമെങ്കിൽ അതിനുള്ള പാത്രശുദ്ധി വേണം. ഈ ശരീരം എന്ന കർമ്മം അത് ശുദ്ധമായിരിക്കണം. ആ ഗർഭപാത്രം ശുദ്ധമായിരിക്കണം. ഈ പുരുഷൻ ശുദ്ധമായിരിക്കണം. ഇതാണ് ലളിതമായിട്ട് ഗുരു പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പാൽപ്പായസം ഉണ്ടാക്കണമെങ്കിൽ ആ പാത്രം ശരിയായിരിക്കണ്ടേ? നല്ല ഓട്ടിൻ്റെ ഉരുളിയിൽ പായസം ഉണ്ടാക്കുന്നു. അതേ സ്ഥാനത്ത് നമ്മൾ മീൻ ചട്ടി എടുത്തിട്ട് അതിൽ പായസം ഉണ്ടാക്കിയാൽ ആ പായസം എത്ര ഗുണം പിടിക്കും? അവിടെയാണ് പക്ഷെ ആ മത്സ്യത്തിൻ്റെ ചുവ വരില്ലേ, അല്ലെങ്കിൽ ആ ടേസ്റ്റ് കിട്ടുമോ? അപ്പോൾ ഈ ജീവനെ നല്ല ഉയർന്ന ജീവൻ വേണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ അതിനുള്ള പാത്രം നമ്മൾ തയ്യാറാക്കണം. അതാണ് ഗുരു പറയുന്നത്. അല്ലാതെ
നമ്മളെ ഉള്ള ശരീരത്തിലേക്ക് ഈ ജീവൻ വന്നാൽ ആ ജീവന് അതിൻ്റെ അംശം പറ്റും. അപ്പോൾ ആ ജീവന് പൂർണ്ണമായിട്ട് അതിൻ്റെ പ്രഭാവം പ്രകടിപ്പിക്കാൻ സാധ്യമല്ല. ആ ജീവൻ അവിടെ യോജിക്കില്ല. അതുകൊണ്ടാണ് ഗുരു പറയുന്നത് നമ്മൾ ആ പാത്രം ശുദ്ധീകരിക്കണം എന്ന് പറയുന്നത്. ആ പാത്രം ശുദ്ധീകരിക്കുന്ന കർമ്മം എങ്ങനെയെന്നാണ്, ജീവിത രീതി എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അത് പറഞ്ഞു കൊടുക്കാൻ ആരാ അവിടെ ഉള്ളത്? ആരെങ്കിലും ഉണ്ടോ? അതേപോലെ ഒരു ഭാര്യാഭർത്താവ് ബന്ധത്തിൽ സൂക്ഷിച്ച് ജീവിച്ച വരുമ്പോൾ വരുന്ന സൽസന്താനത്തെ എങ്ങനെ സൂക്ഷിച്ച് വളർത്തിയെടുക്കണം എന്ന് പറയുന്ന കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഗുരു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക. മക്കളെ വളർത്തുമ്പോൾ ചെയ്യേണ്ട കർമ്മങ്ങൾ, സൂക്ഷിപ്പ് ഇല്ലെങ്കിൽ ഈ നന്മയുള്ള ജീവനെ തെറ്റിപ്പോകാനും സാധ്യതയുണ്ട്. ആ ജീവൻ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ ഇതില്ലാതെ എന്ന് പറയുന്ന ആ ജീവൻ തന്നെ ശേഷിച്ച ജീവനാണ്. പക്ഷെ അത് ആ ജീവൻ എന്തായി വിരുദ്ധമായ കർമ്മത്തിലേക്ക് പോയി. അത് അങ്ങനെയും സംഭവിക്കും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു കർമ്മം വളരെ വിശദമായിട്ട് ഓരോ കാര്യങ്ങളും ഗുരു പറഞ്ഞു കൊടുത്തിരിക്കുക. അത് ഏറ്റെടുത്ത് പ്രവർത്തിച്ച് പറയേണ്ട സന്യാസിമാരെ എന്താണ് അവരെ തോന്നിയാസം ചെയ്യുന്നു, അവർക്കത് അറിവുണ്ടോ അറിവില്ലയോ, അല്ലെങ്കിൽ ഈ പരമ്പരയെ നശിപ്പിക്കാനുള്ള കർമ്മത്തിലേക്ക് അവർ പോയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഫലം എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാമെന്നേ പറയാൻ കഴിയുന്നുള്ളൂ. സന്തോഷം.